ഗുഡ് മോർണിംഗ് എവ്രി വൺ. 10 days വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ച് ദുബായിലേക്ക് പോകാൻ നോക്കുക. അപ്പോൾ അതിൻ്റെ ചെറിയ വിഷമമൊക്കെ ഉണ്ട്. അപ്പോൾ നാട്ടിൽ നിന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഫ്രീ ആയിട്ട് കുറച്ച് പിമ്പിൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഇങ്ങനെ സൂം ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക. ഞാനിപ്പോൾ കണ്ടത്. അപ്പം ഏതായാലും നേരെ എയർപോർട്ടിലെത്തി നമ്മൾ പാസ്പോർട്ടൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ തിരിച്ചും സ്റ്റാൻഡ് ബൈ ടിക്കറ്റിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇക്കാക്കും എനിക്കും ചെറിയ വിഷമമുണ്ട്. നാട്ടിലാണെങ്കിൽ നല്ല അടിപൊളി മഴയൊക്കെ കണ്ടിട്ടാണ് തിരിച്ചു പോകുന്നത്. ദുബായിലാണെങ്കിൽ നല്ല ചൂടുള്ളൊരു ക്ലൈമറ്റാണ്. എന്തായാലും നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ സ്റ്റാൻഡ് ബൈ ആയതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. കുറേ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫൈനലി നമുക്ക് ബോർഡിംഗ് പാസ് കിട്ടി. ഫ്ലൈറ്റ് ഫുള്ളായിരുന്നു, പക്ഷേ കുറേ നോശമുള്ളത് കാരണം നമുക്ക് ഫസ്റ്റ് റണ്ണ സീറ്റൊക്കെ കിട്ടി. പിന്നെ ലോഞ്ചിൽ കയറി നമ്മൾ കുറച്ച് ഫുഡൊക്കെ കഴിക്കാൻ വിചാരിച്ചു. കാരണം നമ്മൾ 3 hours വെയിറ്റ് ചെയ്തു സ്റ്റാൻഡ് ബൈ ആയതുകൊണ്ട്. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ഫുഡൊക്കെ കഴിച്ച് നേരെ ഫ്ലൈറ്റിൽ കയറി. ഫസ്റ്റ് റൺ ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചു നമുക്ക് നല്ല ലെഗ് സ്പേസ് ഉള്ളതുകൊണ്ട് നമുക്ക് നല്ലോണം ഇരിക്കാമെന്ന്. പക്ഷേ നമുക്ക് 2 പേർക്ക് ഭയങ്കര ഉറക്കം, ഇരുന്ന് കുറേ ഉറങ്ങി. അപ്പോൾ നമ്മൾ സെക്കൻഡ് റോയിലെ ആളോട് നമ്മളൊന്ന് സ്വാപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ച് അങ്ങനെ നമ്മൾ സീറ്റ് മാറി. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ടിലിരുന്നിട്ട് ഫസ്റ്റ് ഉറക്കം വന്നില്ല. അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് റോ സ്വാപ്പ് ചെയ്ത് നമ്മൾ നല്ലോണം അങ്ങോട്ട് കിടന്നുറങ്ങി. ഇക്കാണെങ്കിൽ എപ്പോഴോ ഉറക്കം തുടങ്ങിയിട്ടുണ്ട്. നമ്മളങ്ങനെ ഷാർജ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ അറൈവ്ഡായി. ബാഗേജ് ഉണ്ട്, കാരണം ഉമ്മച്ചി നല്ല മാങ്ങയും ചക്കയും അങ്ങനത്തെ നാട്ടിലെ കുറച്ച് ഐറ്റംസ് ഒക്കെ കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങൾ പിന്നെ കാണാം. ബൈ, ടേക്ക് കെയർ.